നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മധുരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ പുഡിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇത് ഗ്ലാസ് പുഡിംഗ് വിത്ത് ഇളനീർ പായസമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 കപ്പ് ഇളനീർ കാമ്പും എടുത്തിട്ടുണ്ട്. ഇത് 2 കരിക്കാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പുഡിങ്ങാണ്, ഗ്ലാസ് പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഈ 2 കപ്പ് കരിക്കും വെള്ളം, അതായത് ഇളനീർ വെള്ളത്തിലേക്ക് ഇത് മുഴുവനായിട്ടും ഈ ചൈന ഗ്രാസിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കുതിർക്കാൻ വെക്കണം. അതിനായിട്ട് ഇത് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു ബൗളിലേക്ക് മുറിച്ച ശേഷം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ചേർത്ത ശേഷം കുതിർക്കാൻ വേണ്ടി വെക്കണം. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ സോക്കായി കിട്ടും. നമുക്ക് അതിന് ശേഷം മാത്രം ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ആദ്യം ഈ ഇളനീർ കാമ്പ് അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കണ്ട, അല്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത ശേഷം ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഇവിടെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൂസായ ശേഷം അടിച്ചെടുക്കാം. ഇത് കുറച്ച് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലാണ് അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആ സോക്ക് ചെയ്ത് ചൈന ഗ്രാസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുത്ത് നമുക്കത് യോജിപ്പിച്ചെടുക്കണം. ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഇതൊന്നും കൂടെ മെൽറ്റ് ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ ഇളനീർ വെള്ളം, അതായത് കരിക്കും വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് മറ്റടുപ്പിലേക്ക് വയ്ക്കാം. രണ്ടും ഒരേ സമയം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം രണ്ടിനും ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂട് വേണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും കൂടെ മെൽറ്റ് ആവാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിക്കും വെള്ളം അതും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് മധുരത്തിൽ ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമുണ്ട് ഇളനീർ വെള്ളത്തിന്, എന്നാൽ കൂടെയും നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ കുറച്ച് ചൂടാറിയിട്ടുണ്ട് ചൈന ഗ്രാസിൻ്റെ. ഇനി നമുക്കിത് കരിക്കും വെള്ളത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പ വച്ച ശേഷം നമുക്കിത് ഈ ചൈന ഗ്രാസ് ഉരുക്കിയത് നമുക്ക് ഈ കരിക്കും വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ചൈന ഗ്രാസ് ഞാൻ ഈ കരിക്കും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമുക്കതിലേക്ക്
ഈ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം പുറത്ത് വെച്ചേക്കാം. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പുഡിങ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പായസം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് പാനിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മധുരത്തിലാണ് ഈ പുഡിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറയ്ക്കാം. നല്ലപോലെ മിക്സായ ശേഷം ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇളനീർ കാമ്പ് അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് പാൽ കൊണ്ട് ചേർത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയും കട്ടിയായിട്ടിരിക്കില്ല. പിന്നെ ഇത് കുറച്ച് കടിക്കാൻ കിട്ടണം. ആ പരുവത്തിലെടുക്കുന്നതാണ് രുചികരം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഗ്ലാസ് പുഡിങ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് പുഡിങ്. നമുക്കിനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ കത്തി വെച്ച് വരഞ്ഞു കൊടുത്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവിടെ ഇപ്പം മുഴുവനായിട്ടും ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാറ്റിൽ വെച്ചൊന്നും പൊക്കിയെടുത്താൽ മതി. താഴെ കൂടെ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ മുഴുവനായിട്ടും പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതിപ്പോൾ എല്ലാം നല്ലപോലെ വിടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ ഇളനീർ ഖീറും നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഇളനീർ ഖീർ ഒഴിച്ചു കൊടുക്കാം. അതായത് ഇളനീർ പായസം ഒഴിച്ചു കൊടുക്കാം. ശേഷം അതിലേക്ക് കുറച്ച് പുഡിങ് ഇട്ട് കൊടുക്കുക, ഗ്ലാസ് പുഡിങ് ഇട്ട് കൊടുക്കുക. അതിന് മേലേക്ക് കുറച്ചും കൂടെ ഇളനീർ പായസം ഒഴിച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ്, അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് പറയാം. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ പുഡിങ് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.